അവതരിപ്പിക്കുന്ന കൊച്ചു കവിതയാണ്, സമയമില്ലാത്തതുകൊണ്ട്. കവിതയുടെ പേര് നാട്ടുനടപ്പെന്നാണ്. സറ്റയർ എങ്ങനെയാണ് ഗൗരവതരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ആക്രോശത്തിന്റെ ഭാഷയല്ലാതെ, ഉപദേശത്തിന്റെ ഭാഷയില്ലാതെ ഹാസ്യത്തിന്റെ ഭാഷയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമായി പറയുകയാണ്. 2 നാളായി റോഡിലൊരു പട്ടി ചത്തു കിടക്കുന്നു, കൊണ്ടുപോകാൻ ആരുമില്ല കോർപ്പറേഷനിൽ. കോർപ്പറേഷന്റെ ജോലിയാണ് അതൊക്കെ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പക്ഷെ കൊണ്ടുപോകാൻ ആരുമില്ല കോർപ്പറേഷനിൽ. വരുന്നവർ മൂക്കുപൊത്തി കടന്നുപോയി, വരിഷ്ഠമാം നഗരത്തിൻ സ്ഥിതിവിശേഷം. ഡൽഹിയിലും കാണും ഇത്. ഏതായാലും വരിഷ്ഠമാം നഗരത്തിൻ സ്ഥിതിവിശേഷം. ഇത് കേരളത്തിലെ കൊച്ചിയിലാണെന്ന് വിചാരിച്ചുള്ളൂ. ആ കൊച്ചിയിൽ ഒരു പട്ടികത്ത് കിടക്കാൻ 2 ദിവസമായി. കോർപ്പറേഷനിൽ നിന്ന് ആരും വന്നത് കൊണ്ടുപോകും. നിനക്ക് ആളുണ്ട്, അതിന് ചുമതലക്കാരുണ്ട്, ശമ്പളം പറ്റുന്നവരുണ്ട്. പക്ഷേ വരുന്നവർ മൂക്കുപൊത്തി കടന്നു പോകേണ്ട ഗതികേടിൽ സംഗതി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അയലത്തെ പള്ളിയിലെ പുരോഹിതൻ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഫോണിലോതുമ്പോൾ, അച്ഛൻ വിചാരിച്ചൊരു പള്ളിയുടെ അടുത്താ കിടക്കുന്നത്. അപ്പൊ അച്ഛൻ വിചാരിച്ച് അറിഞ്ഞു കാണില്ല, ജ്ഞാനദൃഷ്ടിയില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചുകൊണ്ട്, ഒരു പുണ്യകർമ്മം എന്ന് വിചാരിച്ചുകൊണ്ട് ആ അയലത്തെ പള്ളിയിലെ പുരോഹിതൻ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഫോണിലോതുമ്പോൾ ചുമതല മറന്ന്, അതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം ചുമതല മറന്ന് ഏറുമഹങ്കാര സ്വരത്തിൽ വൻഗമയിൽ ഈ വിധമയാൾ തുറന്നടിച്ചു. എന്താ പറഞ്ഞത്? അതിനച്ചോ സ്വന്തം നാട്ടിൽ മരിച്ചോർ തൻ കാര്യമെല്ലാം വിധി പോലെ പുരോഹിതരല്ലി നോക്കേണ്ടു. ഇതാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം. ഇതിനെയൊക്കെ നാം എങ്ങനെ നേരിടണം? ഈ അച്ഛൻ പുരോഹിതൻ തീരെ മോശക്കാരനായിരുന്നില്ല. പുരോഹിതൻ തിരിച്ചോതി, പ്രിയപ്പെട്ട സുഹൃത്തേ, താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, സമ്മതിച്ചു ഞാൻ. കുറച്ച് കാര്യമില്ലേ, മരിച്ചവരുടെ കാര്യമൊക്കെ അച്ഛന്മാരല്ലേ ചെയ്യണ്ടേ? സമ്മതിച്ചു ഞാൻ. പക്ഷേ ആരെങ്കിലും മരിക്കുമ്പോൾ അടുത്ത ബന്ധുവെ കാര്യമറിയിക്കേണ്ടത് നാട്ടുനടപ്പല്ലയോ? അതിനാൽ വിളിച്ചു ഞാനും